എല്ലാവർക്കും PSC പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഡേ 9 ആയിരുന്നല്ലേ, LDC ടൈം ടേബിൾ അനുസരിച്ച് 9ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സുഖം ഉണ്ടായില്ല ക്ലാസ് ഇടാനായിട്ട്. നമ്മൾ SCRT ക്ലാസ് പഠിച്ചു, അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് ജനുവരി 2023 കറണ്ട് അഫയേഴ്സ് പഠിച്ചു. പിന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന മാത്സിലെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, അത് ഇന്നലെയും ഇന്നുമായി നമ്മൾ പഠിച്ചു തീർക്കുന്നതായിരുന്നു. പിന്നെ സ്പോർട്സിലെ ഇമ്പോർട്ടൻ്റ് അവാർഡ്സ് ആണ് നമുക്ക് നോക്കാനുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. ആദ്യം പഠിക്കുന്നത് ഏതാണ്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഇത് ഡേ 9 ക്ലാസ് ആണ്. ശരിക്കും നിങ്ങൾ ഇന്നും ഇത് പഠിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിൻ്റർ ഒളിമ്പിക്സ്, അത് ഇന്നത്തെ ദിവസം 10ാമത്തെ ദിവസമായ ഇന്ന് പഠിക്കേണ്ടതാണ് വിൻ്റർ ഒളിമ്പിക്സ്. അപ്പോൾ ഇന്നലെ ഒരു ലാഗ് വന്നുകൊണ്ടാണ്, പക്ഷേ സമയമുള്ളപ്പോൾ ഇത് രണ്ടും കൂടി വേഗം പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധികം ടൈമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ കറക്റ്റായിട്ട് ആ വർഷം സഹിതം നിങ്ങൾ പഠിച്ചെടുക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമുക്ക് നോക്കാം. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് അല്ലേ. നമുക്കറിയാം ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണിത്, ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി, രാജ്യത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരമാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഇത് 1992 മുതൽ 2021 വരെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പം 1992 മുതൽ എന്ന് വരെ 2021 വരെ കേട്ടോ. 1992 മുതൽ അവിടെ എഴുതാം. 1992 മുതൽ 2021 വരെ, 21 ഓഗസ്റ്റ് വരെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നായിരുന്നു. ഈ 2021 ഓഗസ്റ്റിലാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്താക്കി മാറ്റിയത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ വർഷം ഓർത്തു വയ്ക്കുക, 2021 ഓഗസ്റ്റ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കിട്ടിയില്ലോ. ഇനി ഇതിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. ഇത് 2009 മുതൽ ഇത് 7.5 ലക്ഷം, 7.5 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ ഇത് 25 ലക്ഷം തുകയാണ് ഇതിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ്. ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന പേരെന്താണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നായിരുന്നു. 25 ലക്ഷമാണ് പുരസ്കാര തുക. ഇനി എന്ന് മുതലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്? 1991-92 കാലഘട്ടത്തിൽ, 1991-92 കാലയളവിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ആൾക്കാരുടേതാണ്, കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ആദ്യം പഠിക്കാൻ പോകുന്നത്, ആദ്യമായി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച കായിക താരം ആരാണ്? ആദ്യമായിട്ട് ലഭിച്ചതാരാണ്? വിശ്വനാഥൻ ആനന്ദ്. അപ്പോൾ വർഷം എന്നായിരിക്കും? ആദ്യമായിട്ട് ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദിനാണ്. വർഷം എന്നായിരിക്കും? 1991-92. അപ്പോൾ 1991-92 ആർക്കാണ് ലഭിച്ചത്? വിശ്വനാഥൻ ആനന്ദിനാണ് ലഭിച്ചത്. വിശ്വനാഥൻ ആനന്ദ്. അപ്പം ആദ്യമായി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച കായിക താരം ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ് ആദ്യമായി ലഭിച്ചത്. വിശ്വനാഥൻ ആനന്ദ്. അടുത്ത ചോദ്യം നോക്കിയേ. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വനിത ആരാണ്? കർണം മല്ലേശ്വരിയാണ്. ആദ്യ വനിത ആരാണ്? കർണം മല്ലേശ്വരി. വർഷം 94-95. വർഷം എന്നാണ്? 94-95. അപ്പോൾ ആദ്യം ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദിനാണ്. കർണം മല്ലേശ്വരി എന്ന് പറയുന്ന ആദ്യ വനിതയാണ്. എന്നാൽ ലഭിച്ചത് 94-95 കർണം മല്ലേശ്വരിക്കാണ് ലഭിച്ചത്. അടുത്തത് KM ബീനാമോൾ. എന്താ പ്രത്യേകത? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി അല്ലേ, മലയാളിയാണ് KM ബീനാമോൾ. വർഷം 2002 ആണ്. വർഷം എന്നാണ്? 2002. ഇപ്പോൾ 3 കറക്റ്റായിട്ടൊന്നും കൂടി പഠിച്ചേ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവാണ്, വേറെ നോട്ട് എഴുതുകയോ ഒന്നുമില്ല. നിങ്ങൾ ഈ ക്ലാസ് കാണുക, ഇപ്പം തന്നെ അത് പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റാങ്ക് ഫയലൊക്കെ ഉണ്ടാവുമല്ലോ, റാങ്ക് ഫയൽ നോക്കുക, ഒന്നും കൂടി പഠിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഈ ക്ലാസ് തന്നെ കേട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ.
നോക്കാം. അപ്പോൾ ഒന്നും കൂടി നോക്കി, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ്. പഴയ പേരെന്തായിരുന്നു? 2021 ഓഗസ്റ്റിലാണ് ഇത് മാറിയത്. അതിനു മുന്നേ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നായിരുന്നു. 25 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഈ പുരസ്കാരം ഏർപ്പെടുത്തിയ കാലയളവ് ചോദിച്ചാൽ 92-ലാണ്. ആദ്യമായി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച കായിക താരമാരാണ്? വിശ്വനാഥൻ ആനന്ദാണ് 91-92. ആദ്യമായി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച വനിത കർണം മല്ലേശ്വരി 94-95 കർണം മല്ലേശ്വരി. ആദ്യ മലയാളി KM ബീനാമോൾ 2002 KM ബീനാമോളിനാണ് ലഭിച്ചത്. ഇനി രണ്ട് കാര്യം ഇവിടെ എഴുതിയിട്ടില്ല, ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞു 2002 KM ബീനാമോളിന് ലഭിച്ചു. എന്തായിരുന്നു? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി KM ബീനാമോൾ 2002. അങ്ങനെയാണെങ്കിൽ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച രണ്ടാമത്തെ മലയാളി ആരാണ്? രണ്ടാമത്തെ മലയാളിയും ഒരു പെണ്ണാണ്. ആരാണ്? അഞ്ജു ബോബി ജോർജ്. ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ് കേട്ടോ. അഞ്ജു ബോബി ജോർജ്. വർഷം തൊട്ടടുത്ത വർഷം 2003. വർഷം ഏതാണ്? 2003. അപ്പോൾ ആദ്യം ലഭിച്ചത് KM ബീനാമോൾ. എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലേ KM ബീനാമോളുടെ കാര്യം. അപ്പോൾ ആദ്യമായിട്ട് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി KM ബീനാമോൾ. രണ്ടാമത് ലഭിച്ചത് ആർക്കാണ്? തൊട്ടടുത്ത വർഷം, അതായത് 2003 തന്നെ അഞ്ജു ബോബി ജോർജിനാണ് ലഭിച്ചത്. അടുത്തത്, ഇനി നമ്മൾ ഓരോ വിജയികളെ പറ്റി പഠിക്കുവാണ്. ആദ്യത്തേത് ആരാണ് എന്ന രീതിയിൽ ശ്രദ്ധിക്കാം. ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. വർഷം 1997-98 സച്ചിൻ ടെണ്ടുൽക്കർ. പിന്നെ ആദ്യ മലയാളി താരം നമ്മൾ പറഞ്ഞു KM ബീനാമോൾ എന്നാണ്. 2002 ആദ്യ ബാഡ്മിൻ്റൺ താരം പുല്ലേല ഗോപിചന്ദ്. അത് 2000-2001 കേട്ടോ. 2000-2001 പുല്ലേല ഗോപിചന്ദ്. ആദ്യ വനിതാ ബാഡ്മിൻ്റൺ താരം സൈന നെഹ്വാൾ ആണ്. ആദ്യ വനിതാ ബാഡ്മിൻ്റൺ താരം സൈന നെഹ്വാൾ. വർഷം 2010. വർഷം എന്നാണ്? 2010. ആദ്യ പാരാഒളിമ്പിക് താരം ദേവേന്ദ്ര ജജാരിയ 2017. ദേവേന്ദ്ര ജജാരിയ 2017. ആദ്യ ബില്യാർഡ്സ് താരം 92-93 ആർക്കാണ്? ഗീത് സേതി. ബില്യാർഡ്സ് താരമാണ് ഗീത് സേതിക്കാണ് 92-93 ലഭിച്ചത്. പിന്നെ ആദ്യ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം നമ്മൾ പറഞ്ഞു, ആരാണ്? കർണം മല്ലേശ്വരി. വർഷം എന്നാണ്? 94-95. കർണം മല്ലേശ്വരി എന്ന് പറയുന്നത് ആദ്യ വനിതാ താരവും കൂടിയാണ് കേട്ടോ. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വനിതാ താരവും ആരാണ്? കർണം മല്ലേശ്വരിയാണ്. ഇനി ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ടെന്നീസ് താരം ആരാണ്? ലിയാണ്ടർ പേസ് ആണ്. 96-97 കേട്ടോ. 1996-97 കാലഘട്ടത്തിൽ ലിയാണ്ടർ പേസ് ആദ്യ ടെന്നീസ് താരം. ഇനി ആദ്യ വനിതാ ടെന്നീസ് താരമുണ്ട്. അത് 2015 സാനിയ മിർസയാണ് കേട്ടോ. വനിതാ ടെന്നീസ് താരം അതിവിടെ കൊടുത്തിട്ടില്ല. 2005 കേട്ടോ. 2015 ആർക്ക്? സാനിയ മിർസ. അപ്പോൾ ആദ്യ ടെന്നീസ് താരം ലിയാണ്ടർ പേസ് 96-97. ആദ്യ വനിതാ ടെന്നീസ് താരം ചോദിച്ച 2015 സാനിയ മിർസ. ഇനി ആദ്യ അത്ലറ്റിക് താരം ആരാണ്? ആദ്യ അത്ലറ്റിക് താരം ജ്യോതിർമയി സിക്കന്ദർ ആണ് കേട്ടോ. ജ്യോതിർമയി സിക്ദർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആദ്യ അത്ലറ്റിക് താരം ജ്യോതിർമയി സിക്ദർ ആണ്. ഇനി ആദ്യ ഷൂട്ടിംഗ് താരം ആരാണ്? ആദ്യ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയാണ്. ആദ്യ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. വർഷം 2001 കേട്ടോ. ആദ്യ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയാണ്. ആദ്യ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര 2001. ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം അഞ്ജലി ഭഗവത് ആണ്. അത് തൊട്ടടുത്ത വർഷം 2002. ഓക്കെ. 2001 ഷൂട്ടിംഗ് താരമായ അഭിനവ് ബിന്ദ്രയ്ക്കും 2002 ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം ആരാണ്? അഞ്ജലി ഭഗവത്. ഈ 2002 KM ബീനാമോൾ കേട്ടോ. ആദ്യ മലയാളി അത്ലറ്റ് KM ബീനാമോളാണ്. ആദ്യ പുരുഷ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് 2009. ആദ്യ വനിതാ ബോക്സിംഗ് താരം മേരി കോം 2009. അപ്പോൾ
പുരുഷ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ്, വനിതാ ബോക്സിംഗ് താരം മേരി കോം, വർഷം 2009. ആദ്യ ഗുസ്തി താരം സുശീൽ കുമാർ, 2009 തന്നെയാണ്, 2009 സുശീൽ കുമാർ. ആദ്യ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്, 2016. ഈ 15 മുതലുള്ളത് 15-16 ഓർത്തു വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യ വനിതാ ഗുസ്തി താരത്തിനുള്ള ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന പുരസ്കാരം ലഭിച്ചത് 2016 സാക്ഷി മാലിക്കിനാണ്. ആദ്യ ജിംനാസ്റ്റിക് താരം ആരാണ്? ദീപ കർമാർക്കർ. ദീപ കർമാർക്കും 2016. അതാ നമ്മുടെ ഒളിമ്പിക്സ് അല്ലേ, റിയോയുടെ ഒളിമ്പിക്സ് വെച്ച് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി 2016 എന്നുള്ളത്. ഇനി ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? മിതാലി രാജാണ്, വർഷം 2021. ആദ്യ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിക്കും, വർഷം 2021. സുനിൽ ഛേത്രി വർഷം 2021. 2021, 22, 23 നമ്മൾ ലാസ്റ്റ് ഒരുമിച്ച് പഠിക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് 2 ആണെങ്കിലും നിങ്ങൾ ക്ലാസ് കാണണം, അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഒന്നും കൂടി നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ആദ്യത്തെ സെറ്റ് ഓക്കെ ആയല്ലോ. പിന്നെ രണ്ടാമത്തെ ആളുടെ പേരും കൂടി ഓർക്കുക. KM ബീനാമോൾ 2002 തൊട്ടടുത്ത് 2003 ആർക്ക് ലഭിച്ചു? രണ്ടാമത്തെ മലയാളിയായ അഞ്ജു ബോബി ജോർജിന് ലഭിച്ചു. പിന്നെ മൂന്നാമതായി കിട്ടിയത് PR ശ്രീജേഷിനാണ്, 2021 അല്ലേ, ഹോക്കിക്കാരൻ PR ശ്രീജേഷ്, മൂന്നാമത്തെ മലയാളി, ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ, ഓടിച്ച് പറയുവാണെങ്കിൽ ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ, ആദ്യ മലയാളി താരം KM ബീനാമോൾ, ആദ്യ ബാഡ്മിൻ്റൺ താരം പുല്ലേല ഗോപീചന്ദ്, ആദ്യ വനിതാ ബാഡ്മിൻ്റൺ താരം സൈന നെഹ്വാൾ, പാരാഒളിമ്പിക് താരം ദേവേന്ദ്ര ജജാരി, അത് വർഷം നോക്കി 2017, ഇമ്പോർട്ടൻ്റ് ആണ്. പാരാഒളിമ്പിക് താരം ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാഒളിമ്പിക് താരം 2017 ദേവേന്ദ്ര ജജാരിയ. ആദ്യ ബില്യാർഡ്സ് താരം ഗീത് സേത്തി, ആദ്യ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം കർണം മല്ലേശ്വരി, 94-95 കർണം മല്ലേശ്വരി ആദ്യ വനിതയുമാണ്. പിന്നെ ടെന്നീസ് താരം ലിയാൻഡർ പയസും, ആദ്യ വനിതാ ടെന്നീസ് താരം 2015 സാനിയ മിർസയുമാണ്. പിന്നെ ആദ്യ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര, 2001 കേട്ടോ, അഭിനവ് ബിന്ദ്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വനിതാ ഷൂട്ടിംഗ് താരം അഞ്ജലി ഭഗവത്താണ്. ആദ്യ പുരുഷ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ്, വനിതാ ബോക്സിംഗ് താരം മേരി കോം, 2009 രണ്ടുപേരും. ആദ്യ ഗുസ്തി താരം സുശീൽ കുമാർ, വർഷം 2009. വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്, വർഷം 2016 തന്നെയാണ് ആദ്യ ജിംനാസ്റ്റിക് താരമായ ദീപ കർമാർക്കർക്ക് ലഭിച്ചത്. പിന്നെ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ് 2021, ആ വർഷം തന്നെ ആദ്യ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയും 2021 21 നമ്മൾ പഠിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓൾ ഓവർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് റാങ്ക് ഫയൽ നോക്കാം. കുറേ ആൾക്കാരുണ്ടല്ലോ ഇതായി റിലേറ്റ് ചെയ്ത്, അതായത് ഇപ്പോൾ വിനേഷ് ഫോഗാട്ടിന് 2020 ലഭിച്ചു. എന്തുമായി റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായി റിലേറ്റ് ചെയ്ത്? ഗുസ്തിയാണ്. അങ്ങനെ പഠിക്കുക. ഓരോ കായിക താരങ്ങളും അവർക്ക് ലഭിച്ച വർഷവും അവരുടെ കായിക ഇനവും ആ രീതിയിൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. ഏറ്റവും പുതിയതിൻ്റെ കറക്റ്റായിട്ട് പഠിക്കുക. 2015 മുതലുള്ളത് കറക്റ്റായിട്ട് പഠിക്കണം. ഇനി നമുക്ക് 2021 ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ എത്ര പേര്? 12 പേരുണ്ട്. ഇത് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. എത്ര പേരുണ്ട്? 12. നോക്കാം നമുക്ക് ഓരോന്നും. ആദ്യം നീരജ് ചോപ്ര അത്ലറ്റിക്സ് അല്ലെങ്കിൽ ജാവലിൻ ത്രോ കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക, അത്ലറ്റിക്സ് എന്നുള്ളത് നീരജ് ചോപ്ര. പിന്നെയോ രവികുമാർ ദഹിയ ഏതാണ്? ഗുസ്തിയാണ്, ഗുസ്തി. രവികുമാർ ഗുസ്തി. ലവ്ലീന ബോർഗോഹെയ്ൻ ബോക്സിംഗ് ആണ്, ബോക്സിംഗ്. ലവ്ലീന ബോക്സിംഗ്. അപ്പോൾ നീരജ് ചോപ്ര ജാവലിൻ ത്രോ, അത്ലറ്റിക്സ് ജാവലിൻ ത്രോ രണ്ടും ഓർത്ത് വയ്ക്കണം. പിന്നെ രവികുമാർ ദഹിയ ഗുസ്തി. ലവ്ലീന ബോർഗോഹെയ്ൻ ഏതാണ്? ബോക്സിംഗ് ആണ്, ലവ്ലീന ബോക്സിംഗ്. PR ശ്രീജേഷി നമുക്കറിയാം, ഹോക്കിയാണ്. പിന്നെയോ അവനി ലഖാര പാരാഷൂട്ടിംഗ് ആണ് കേട്ടോ, പാരാഷൂട്ടിംഗ് ആണ്. അവനി പാരാഷൂട്ടിംഗ്. സുമിത് ആൻഡിൽ പാരാ അത്ലറ്റാണ്. സുമിത് ആൻഡിൽ പാരാ അത്ലറ്റാണ്. പിന്നെ പ്രമോദ് ഭഗത്ത് പാരാ ബാഡ്മിൻ്റൺ ആണ്, പ്രമോദ് ഭഗത്ത് ബാഡ്മിൻ്റൺ. കൃഷ്ണനഗറും പാരാ ബാഡ്മിൻ്റൺ തന്നെയാണ് കേട്ടോ, ഒന്നുകൂടി നോക്കിയേ. ഇപ്പം അവനി ലഖേര എന്ന് പറയുന്നത് അവനി ലഖാര പാരാ ഷൂട്ടിംഗ് ആണ്. സുമിത് ആൻഡിൽ പാരാ അത്ലറ്റ്. പ്രമോദ് ഭഗത് പാരാ ബാഡ്മിൻ്റൺ. കൃഷ്ണനഗർ പാരാ ബാഡ്മിൻ്റൺ. ഓക്കെ, ഇനി മനീഷ് നർവാൾ, അത് പാരാ ഷൂട്ടിംഗ് തന്നെയാണ്. അവനീനെ പോലെ തന്നെ ഓർക്കാം,
പാരാഷൂട്ടിംഗ് ആണ് മനീഷ് നർവാളും പാരാഷൂട്ടിംഗ് ആണ്. മിതാലി രാജ് നമുക്കറിയാം ക്രിക്കറ്റ്. സുനിൽ ഛേത്രി നമ്മൾ പഠിച്ചതാണല്ലേ, ആദ്യ ഫുട്ബോൾ താരമാണ് 2021 സുനിൽ ഛേത്രി. പിന്നെ മൻപ്രീത് സിംഗ് ഹോക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2021 ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇനി 2022 ധ്യാൻചന്ദ് ഖേൽരത്ന ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ 2022 ആരാണ്? അജാന്ത ശരത് കമാൽ. ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ, ടേബിൾ ടെന്നീസ്. ഏതാണ്? ടേബിൾ ടെന്നീസ് ആണ്. അജാന്ത ശരത് കമാൽ വർഷം 2022. ഇദ്ദേഹത്തിന് ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം 1 വെള്ളി ഉൾപ്പെടെ 4 മെഡലുകളാണ് അദ്ദേഹം നേടിയത് കേട്ടോ. അപ്പോൾ 2022 ആരാണ്? അജാന്ത ശരത് കമാൽ 2022. 2023 ബാഡ്മിൻ്റൺ ജോഡികളായ ആർക്കൊക്കെയാണ്? സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ആരൊക്കെയാണ്? സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി. ഇവർ 2 പേർക്കുമാണ് ലഭിച്ചത്, ബാഡ്മിൻ്റൺ ജോഡികളാണ്. ഈ 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ സ്വർണം ഇവർക്കാണ് ലഭിച്ചത്. അപ്പം 2022 അജാന്ത, 22 ആർക്കാണ്? അജാന്ത ശരത് കമാൽ ടേബിൾ ടെന്നീസ് ആണ്. 23 ബാഡ്മിൻ്റൺ ജോഡികളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി. റെഡ്ഡിയും ഷെട്ടിയും അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി അവർക്കാണ് ലഭിച്ചത്. ബാഡ്മിൻ്റൺ ജോഡികളാണ് ഇവർ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ടത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ വർഷത്തെയും ഇന്നയാൾക്ക് ഇന്ന ഇനത്തിനാണ് ലഭിച്ചത് എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാ വർഷത്തെയും വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിച്ചോളൂ. പിന്നെ നമുക്കറിയാം എന്താണ് PV സിന്ധു. നമ്മൾ 2016 തന്നെയാണ് PV സിന്ധുവിന് ലഭിച്ചത് കേട്ടോ, ബാഡ്മിൻ്റണിൽ PV സിന്ധുവിന്. പിന്നെ ജിത്തു റായ് ഷൂട്ടിങ്ങിന് 2016 ലഭിച്ചത്. പിന്നെ ആരാണ്? മാരിയപ്പൻ തങ്കവേലുവിന് 2020 ലഭിച്ചു. 2020 തന്നെയാണ് നമുക്ക് ക്രിക്കറ്റിന് രോഹിത് ശർമ്മയ്ക്കൊക്കെ ലഭിച്ചത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്ത് പഠിക്കാം. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. 21, 22, 23 വിട്ടുകളയരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ് വിൻ്റർ ഒളിമ്പിക്സ് എന്ന ക്ലാസ് അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങളിത് പഠിച്ചു തീർക്കണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.